ഇനി നമുക്ക് വീണ്ടും ജ്ഞാനം 6-ാം അധ്യായത്തിലെ 6 കാര്യങ്ങൾ, ഈ ജ്ഞാനം ലഭിക്കാൻ വേണ്ട 6 കാര്യങ്ങൾ. ഒന്ന്, എങ്ങനെയാണ് ജ്ഞാനം ലഭിക്കുന്നത്? എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് അത് പോയിന്റ് 1. ഇനി അതിനെ വിശദീകരിക്കാം പിന്നീട്. ഇനി രണ്ടാമത് പറയുന്നത് തേജസ്സുറ്റതാണ് ജ്ഞാനം. ഒന്ന് വായിച്ചേ സിസ്റ്ററെ. ജ്ഞാനം 6-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനം. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, ജ്ഞാനത്തെ സ്നേഹിക്കുക. ജ്ഞാനത്തെ സ്നേഹിക്കുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ ആ ആളുമായിട്ട് ഒന്നാകുന്നു. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ തമ്മിൽ ഒന്നാണ്. നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നുവോ നമ്മൾ അതുപോലെയാകുന്നു എന്ന് പറഞ്ഞാൽ, ഒരാൾ സ്വർണത്തെ സ്നേഹിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടീച്ചർ സ്വർണത്തെ ഭയങ്കര സ്നേഹമാണെങ്കിൽ ആ ടൗണിലേക്ക് ചെല്ലുമ്പോൾ പുതിയൊരു അഡ്വർടൈസ്മെൻ്റ്, ഒരു സ്വർണ്ണക്കട തുടങ്ങിയേക്കണു, അവിടെ കയറാണ്ട് പോകുമോ? ഹേയ്, പുതിയ ഒരു സ്വർണ്ണക്കട തുടങ്ങിയേക്കണം, നമുക്കൊന്ന് പോയി നോക്കാം. അതിനകത്ത് എന്താ? ഭർത്താവ് എൻ്റെ അടുത്ത് കാശൊന്നുമില്ല, അത് ചുമ്മാ പോയി ഒന്ന് നോക്കണേ, കാശ് വേണ്ടല്ലോ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നാൽ കയറാം. കയറിക്കഴിഞ്ഞപ്പോൾ സെയിൽസ്മാൻ പറയണ്ടേ, ഈ ഒരു സാധനം ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനാണ്, ഇത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിട്ടൂല കേട്ടോ, അതുകൊണ്ട് ഇത് ഇപ്പം സ്വന്തമാക്കുകയാണെങ്കിൽ ഇത് വേറെ. അപ്പോൾ ഭർത്താവിനെ നോക്കി, എൻ്റെ കരളല്ലേ, സ്നേഹമല്ലേ, ഇതൊരെണ്ണം, അറ്റ്ലീസ്റ്റ് ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ, ഇച്ചിരി സ്വർണം മേടിച്ചു വെച്ചത് എന്താ ദൂഷ്യം. എൻ്റെ അടുത്ത് കാശില്ല എന്ന് പറഞ്ഞു, ആ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നേ, ആ ക്രെഡിറ്റ് കാർഡിൽ മേടിക്കാം. എന്നാൽ എന്തെങ്കിലും ആവട്ടെ, നിൻ്റെ ആഗ്രഹമല്ലേ. കണ്ടോ, സ്വർണ്ണക്കടയിൽ കയറി. അപ്പം ഇതെല്ലാം എന്തുകൊണ്ടാണ്? സ്വർണത്തെ സ്നേഹിക്കുന്നതുകൊണ്ട്. ഈ പ്രിൻസിപ്പിൾ ഒന്ന് അപ്ലൈ ചെയ്തേ. ഈ പ്രിൻസിപ്പിൾ ജ്ഞാനത്തിനൊന്ന് അപ്ലൈ ചെയ്യും. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ നിഷ്പ്രയാസം അതിനെ സ്വന്തമാക്കും. ഒരു ക്രെഡിറ്റ് കാർഡും വേണ്ടതാനും, ഒരു കാശും കൊടുക്കണ്ട. അപ്പോൾ ഇത് വലിയൊരു പോയിൻ്റാണ്. ജ്ഞാനത്തെ സ്നേഹിക്കണം, ദൈവിക ജ്ഞാനത്തെ സ്നേഹിക്കണം. ആ ദൈവിക ജ്ഞാനത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ നിറച്ച് തന്നുകൊണ്ടിരിക്കും, നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കും. ഈ 6-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിൽ പറയുന്നത്, പെട്ടെന്ന് 6:22 പറയുന്നത്, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ലോകത്തിൻ്റെ രക്ഷ. ഈ ലോകം മുഴുവനും രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്. പക്ഷെ എങ്ങനെ രക്ഷിക്കപ്പെടും? ഒന്നെല്ലാവരും കരമുയർത്തി, ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞ്, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ലോകത്തിന്റെ രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ 6:12 വായിച്ചു, 6:13 വായിക്കാം. അപ്പോൾ ജ്ഞാനത്തെ സ്നേഹിക്കുന്നവന് നിഷ്പ്രയാസം അവളെ തിരിച്ചറിയാൻ സാധിക്കും. അടുത്ത ഭാഗം വായിക്കാം. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. കണ്ടോ, ഇപ്പൊ ആദ്യത്തെ ദൈവവചനത്തിലൂടെ, നമ്പർ 1, നമ്പർ 2 സ്നേഹിക്കുന്നതിലൂടെ, നമ്പർ 3 അഭിലഷിക്കുന്നതിലൂടെ. അപ്പൊ നമ്മുടെ പ്രിയോറിറ്റികളിൽ ആണ് അതിൽ മാറ്റം ഉണ്ടാകുന്നത്. പ്രിയോറിറ്റി, ദൈവിക ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രിയോറിറ്റൈസേഷൻ വേണം. അത് സോളമൻ്റെ അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. സോളമൻ പറയുകയാണ്, ഞാൻ എൻ്റെ ചെങ്കോലിനേക്കാളും സിംഹാസനത്തെക്കാൾ കൂടുതൽ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു. ഞാൻ സ്വർണത്തെക്കാളും വെള്ളിയേക്കാൾ കൂടുതൽ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ സൗന്ദര്യത്തെക്കാളും
ആരോഗ്യത്തെക്കാൾ കൂടുതൽ ജ്ഞാനത്തെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയോറിറ്റി. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടി. നമ്മൾ പറയാറില്ലേ, വിദ്യാധനം സർവ, എല്ലാ ധനത്തിനേക്കാൾ വലുത് ജ്ഞാനമാണ്. അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 5-ലോ 6-ലാണെന്ന് നോക്കി. 5 8-ാം അധ്യായം 5 എന്താ പറയണേ? ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിൽ ഉപരി ധനം എന്തുണ്ട്? ഈ പറഞ്ഞ ആശയം തന്നെയല്ലേ? ഓക്കെ, കം ബാക്ക് ടു ചാപ്റ്റർ 6. ചാപ്റ്റർ 6 ഇപ്പോൾ നമ്മൾ 11, 12, 13, 14 പറയുന്നത് എന്താ? പ്രൈസ് ദ ലോർഡ്. അതാണ് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത്. വെളുപ്പിന് 4 മണിക്കൊക്കെ ഒന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. പ്രഭാതത്തിൽ ഉണർന്ന്, എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. നമ്മളിൽ പലർക്കും പ്രാർത്ഥിക്കുക വളരെ മടിയുള്ള ആൾക്കാരാണ്. എളുപ്പമൊന്നുമല്ല അത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു പണ്ട്. 7 മണിക്ക് വരെ എന്നെ എണിപ്പിക്കാൻ എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ട് ചായ ഉണ്ടാക്കിയൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ എണിക്കില്ലായിരുന്നു. പക്ഷെ ഈ വചനം എന്നെ വളരെ ടച്ച് ചെയ്തു. എന്നെ കാത്തൊരാൾ നിൽക്കുന്നുണ്ടെന്ന് പ്രഭാതത്തിൽ തന്നെ. അപ്പോൾ എപ്പോഴാണ്? നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ചിന്ത വേണം, രാവിലെ ഒരാളെ കാണാനുണ്ട്. മനസ്സിലായോ? അങ്ങനെയാണ് ഉറങ്ങേണ്ടത്. അപ്പൊ പെട്ടെന്ന് ചാടി അടിക്കും. കാരണം ഇയാൾ വാതുക്കൽ കാത്തു നിൽക്കാൻ. ആരാണത്? ഞാനിത് പെട്ടെന്ന് വേറൊരു ആശയം വരിക. മൈസൂരിൽ ഞാൻ കുറച്ച് നാൾ അങ്ങനെ മൈസൂരിൽ ഒരു പ്രോജക്റ്റായിട്ടുണ്ടായിരുന്നു. അന്നാണ് ഈ ആന്തരിക വിശുദ്ധീകരണ ധ്യാനത്തിൻ്റെ വെളിപാടുകളൊക്കെ എനിക്ക് കിട്ടിയത്. അന്ന് അവിടെയുള്ള ഒരു നമ്മുടെ കാത്തലിക് സ്കൂളിൽ സിസ്റ്റർമാർ നടത്തുന്ന ഒരു സ്കൂളിൽ, അപ്പോൾ അവർ സിസ്റ്റേഴ്സൊക്കെ എൻ്റെ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. സിസ്റ്റർ പറഞ്ഞു, ബ്രദർ ഒന്ന് വന്ന് ഞങ്ങളുടെ 10ാം ക്ലാസ് കുട്ടികളുടെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാമോ? അവർ അടുത്ത ആഴ്ച പരീക്ഷയാണ്, 250 പേരുണ്ട്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും, പക്ഷേ ചുമ്മാ അങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചാലൊന്നും, ഞാൻ എന്തെങ്കിലും 2 വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണ്ടേ? അയ്യോ, ഇവിടെ യേശുവിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല, യേശു എന്ന് പറയാണ്ട് ദൈവം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ച് അത് നമുക്ക് ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമെന്നൊക്കെ പറയുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ അങ്ങോട്ട് കയറ്റിന്ന് വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ജ്ഞാനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോണത്, കുട്ടികൾക്ക് ജ്ഞാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ ചെന്നപ്പോൾ ഈ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോൾ 9ാം ക്ലാസ്സുകാർ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി, ഞങ്ങൾ അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ വരാൻ പോലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കണം, ഇപ്പോഴേ പ്രാർത്ഥിച്ചാലേ ഞങ്ങൾക്ക്. അപ്പോൾ അവരും കൂടി വന്നു. അപ്പോൾ 8ാം ക്ലാസ്സുകാർ പറഞ്ഞു ഹൈസ്കൂളിന് വേണ്ടിയാണ് ഇത് മുഴുവനും വേണ്ടിയെന്ന് പറഞ്ഞു. അവർ പോയി പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി ബഹളം കൂട്ടി, അവരും വന്നു. ഇപ്പോൾ എന്താ ഓഡിറ്റോറിയം നിറഞ്ഞ് 750 കുട്ടികൾ. ഇനി അവരുടെ ടീച്ചർമാരെന്ത് ചെയ്യും? അവരും വന്നു. അങ്ങനെ നല്ലൊരു ഓഡിയൻസ്. ഇപ്പം എന്ത് പറയാൻ പാടില്ല? യേശു പറയാൻ പാടില്ല. എന്നാൽ പ്രാർത്ഥിക്കണം, യേശുവിൻ്റെ ജ്ഞാനം കിട്ടുകയും വേണം. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ഈശോൻ്റെ കുരിശുരൂപമൊക്കെ ഉണ്ട് താനും. എന്നോട് പറയേണ്ടതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ കുരിശുരൂപത്തെ നോക്കിയിട്ട് ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു ഈശോ. അപ്പോൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അവിടെ നിന്ന് ചിരിക്കണത് ഞാൻ കണ്ടു. ഷെടാ, ഇവൻ പണി പറ്റിച്ചല്ലോ. ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ ഇതെടുത്ത് കുരിശുരൂപം എടുത്തുകൊണ്ട് ഇവരെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു,
ഈ യേശു ആരാണ്? എന്നിട്ട് അവരപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, യേശു ദൈവപുത്രനാണ്. ഓക്കെ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? കുറച്ചു നേരം അവരൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ദൈവമക്കളാണ്. നിങ്ങൾ ദൈവമക്കളാണ്, യേശു ദൈവ മകനാണെങ്കിൽ നിങ്ങളും യേശുവും തമ്മിൽ എന്താ ബന്ധം? നേരെ കിടക്കുന്ന കണക്കാണില്ലേ? യേശു ഞങ്ങളുടെ സഹോദരനാണ്, ഞങ്ങൾ യേശുവിൻ്റെ സഹോദരിയാണ്. ഗേൾസ്, ഇവരത് പറയുമ്പോൾ സത്യം പറയല്ലേ അവര്? സത്യമാണോ അവർ പറഞ്ഞത്? ഇപ്പോ ആണോ? അതാണ്. ഒട്ടും യാതൊരു ജാതി മതഭേദമില്ലാതെ എല്ലാവരും പറഞ്ഞു. ഈ നിങ്ങളുടെ സഹോദരന്റെ മേലെ ഈ രക്തമൊഴുകുന്നത് എന്തുകൊണ്ടാ? 1-2 പേരെടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ പാപങ്ങളെ പ്രതി ഈശോ മരിച്ചു. ഇതൊക്കെ അവർ പറയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആ ഈശോ നിങ്ങളെല്ലാവരിലുമുണ്ട്. ആ യേശു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ആ യേശു ദൈവം മക്കളായ നാം എല്ലാവരും ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ജീവിക്കുന്നവരാകണം. അത് ക്രിസ്ത്യാനിക്കെന്നല്ല, എല്ലാവർക്കും കൊടുക്കണം. ഇപ്പം ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ലല്ലോ സിസ്റ്റേഴ്സ് പഠിപ്പിക്കണേ, എല്ലാവരും പഠിപ്പിക്കല്ലേ. അതുകൊണ്ട് ഈ ജ്ഞാനം യേശുവിൽ നിന്ന് ജാതി മതഭേദമന്യേ എല്ലാവർക്കും കിട്ടാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അന്ന് നടന്ന വലിയൊരു സംഭവം ഇതാണ്. ഞാൻ പറഞ്ഞു, ആ യേശു നിങ്ങളിലുണ്ട്. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, അതിനെന്താ തെളിവ് ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന്? ചേടാ, ഇപ്പോഴാണ് എനിക്ക് ആ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലായത്. വിശ്വാസികൾക്കൊരടയാളം ഉണ്ടാവുന്നു. ഈശോ പറഞ്ഞില്ലേ, വിശ്വാസികൾക്ക്. ഇപ്പം എന്നെ അങ്ങ് വെല്ലുവിളിക്കണ മാതിരി ആയിരിക്കാണ് ഈ കുട്ടികൾ. യേശു ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് സാറ് പറയണം, പക്ഷെ ഞങ്ങൾക്ക് എന്താ തെളിവ്? അപ്പം ഞാൻ പറഞ്ഞു, ഒരു തെളിവ്, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ആ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ സുഖപ്പെടും. അപ്പോൾ ഒരു കുട്ടി പറയാൻ, സുഖപ്പെട്ടില്ലെങ്കിലോ? ഞാനങ്ങ് പറഞ്ഞു, സുഖപ്പെട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രീച്ചിങ് നിർത്തും. കാരണം ഐ ബിലീവ്, ഈശോ പറഞ്ഞിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു, സുഖപ്പെടും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രീച്ചിങ് നിർത്തി ഞാൻ ഇപ്പം തന്നെ പെട്ടി അടക്കി വീട്ടിലോട്ട് പോയേക്കാം. ഞാനങ്ങ് പറഞ്ഞു. കുട്ടികളോട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോയോട് നിങ്ങൾ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരേക്കും കർത്താവ് സൗഖ്യപ്പെടുത്തും. അപ്പോൾ ഒരുപാട് പിള്ളേർക്ക് വയറ്റിൽ വേദന ഇങ്ങനെയൊക്കെ ഉള്ളത് കുട്ടികൾക്കുണ്ടല്ലോ. ഈ പ്രാർത്ഥന അങ്ങ് തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചുള്ളൂ. കുട്ടികളെല്ലാം കണ്ണുനീര്, ദൈവ അനുഭവത്തിൻ്റെ സ്പർശനം. എന്നിട്ട് ഓരോരുത്തർ ദർശനം കാണണു, ഈശോനെ കാണണു, ഈശോ കെട്ടിപ്പിടിക്കണു, ഉമ്മ വയ്ക്കണ അനുഭവം. എല്ലാവരുടെ അസുഖങ്ങൾ, വയറുവേദന, തലവേദന, നെഞ്ചുവേദന, കാലുവേദന, മുട്ടുവേദന, മാരവരൊക്കെ എഴുന്നേറ്റിരുന്നു. ഭയം. ഇപ്പോൾ മനസ്സിലായില്ലേ ഈശോ നിങ്ങളിലുണ്ടെന്ന്? മനസ്സിലായി. ഈശോ ജ്ഞാനമാണ്. ഇനി ഞാൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, തോമസ് പോളെ, 25 വർഷത്തെ ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ടോപ്പ് റിസൾട്ടാണ്. പ്രൈസ് ദ ലോർഡ്. 100% ഫസ്റ്റ് ക്ലാസ് മാത്രമല്ല, റാങ്കുകളെല്ലാം ഹൈ സ്കോറിങ്. അന്ന് ഈ രോഗശാന്തി പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ഇവർ പറഞ്ഞ്, ഈശോനെ കുറിച്ച് പറയരുത്, ഇവിടെ മറ്റവരൊക്കെ ഉള്ളതാണ്, നമ്മുടെ ഓപ്പോസിഷൻ ആളുകളൊക്കെ ഉള്ളതാണ്,
അതിൻ്റെ ലീഡറിൻ്റെ ഒരു ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്, ടീച്ചറാണ്. ആ ടീച്ചർ വന്നിട്ട് പറയാണ്, എൻ്റെ കാലിന് സുഖപ്പെട്ടു, ഞാനിന്ന് ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ അമ്മായിയമ്മേനെയും കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അത് കഴിഞ്ഞപ്പോൾ ഈ 10ാം ക്ലാസ്സിലെ പിള്ളേർ മദറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മദർ ഞങ്ങളോട് ഈശോനെ കുറിച്ചൊന്നും ഇങ്ങനെയൊന്നും പറയാൻ എന്താ? മദർ ജ്ഞാനിയായിരുന്നു, ഞാനതിന് പറ്റിയൊരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു പറയാൻ വേണ്ടി. അപ്പോൾ ജ്ഞാനമാണ് യേശു. ആ ജ്ഞാനം അരച്ച് കലക്കി ഒരു ഗുളിക പോലെ ആക്കുന്നതിനെയാണ് ഈശോ പറയുന്നത് വിത്ത്. വിത്ത് ദൈവരാജ്യം ഒരുവൻ വയലിൽ വിത്ത് വിതച്ചതിന് സദൃശ്യമാണ്. വിതച്ചവൻ ഉറങ്ങുന്നു, എണിക്കുന്നു, അറിയുന്നില്ല. വിത്ത് അവൻ അറിയാതെ തന്നെ മുളയ്ക്കുന്നു. ഈ വിത്ത് വിതച്ച ടീച്ചർ സ്കൂളിൽ വിട്ടു പോയി, ഉറങ്ങണു, ഉണരണു. പക്ഷെ വിതച്ച വിത്ത് ഇവൻ അറിയാതെ തന്നെ വളരണം. ആദ്യം ഒരു മുള, പിന്നെ ഒരില, പിന്നെ 2 ഇല, പിന്നെ വളർന്ന് കായ് കനികൾ പുറപ്പെടുവിക്കുന്നു. ഒരു ഉദാഹരണം എടുക്കാം. ഒരു വിത്ത് എന്താണ് നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ഉദാഹരണത്തിന് എടുക്കാവുന്ന ഒരു വിത്ത്, ഒരു ചക്കക്കുരു. ഈ ചക്കക്കുരു ഒരു വിത്താണ്. ഈ ചക്കക്കുരുവിൻ്റെ അകത്ത് എന്തുണ്ട്? ചക്കക്കുരുവിൻ്റെ അകത്ത് എന്തുണ്ട്? ബൊട്ടാനിക്കലായിട്ടുള്ള ചക്കക്കുരുവിൻ്റെ അകത്ത് എന്തുണ്ട്? പ്ലാവുണ്ട്. ആ പ്ലാവിൻ്റെ അകത്ത് എന്തുണ്ട്? ചക്കകളുണ്ട്. ആ ചക്കകളുടെ അകത്ത് എന്തുണ്ട്? ആയിരക്കണക്കിന് ചക്കക്കുരുകളുണ്ട്. ആ ചക്കക്കുരുകളുടെ അകത്ത് എന്തുണ്ട്? പ്ലാവുകളുണ്ട്. ആ പ്ലാവുകളുടെ അകത്ത് എന്തുണ്ട്? ആ ഇതൊക്കെ ഒരു ചക്കക്കുരു ഉണ്ടാവുന്ന കാര്യം പറയണത്. ഈശോ അത് തന്നെ അർത്ഥത്തിലാണ് ഈ പറയണേ. ഈ വിത്ത് ഒരുവന്റെ ഉള്ളിൽ പാകിയാൽ അത് മുളയ്ക്കും, അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഇത് ഈ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഒരിക്കലും ഈശോ ഞാനാണ് യേശു എന്നോ ഞാനാണ് ലോകരക്ഷകനെന്നോ ഞാനാണ് മിശിഹ എന്നോ പറഞ്ഞിട്ടില്ല. വളരെ അപൂർവ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ. മറിച്ച് ഈശോ എല്ലാം ഉപമകളിലൂടെ പറഞ്ഞത് എന്തുകൊണ്ടാ? കേട്ടോട്ടോ, ഈ വചനം ഒന്ന് വായിച്ചേ. റോമല്ല, സമയമായോ? എന്താ വചനം? 1 മണി, 1:30 നമ്മുടെ ബ്രേക്ക്. 1:15 ഓൾറൈറ്റ്. കണ്ടോ, സമയമാകുമ്പോൾ വചനം നിൽക്കുകയാണ്. ഇനി ഐ ഹാവ് ടു പുട്ട് പ്രഷർ ഓൺ ഇറ്റ്. ഇത് കൂടി വായിച്ചിട്ട് നമുക്ക് മർക്കോസ് 4-ാം അധ്യായം 10 മുതലുള്ള വചനം. മർക്കോസ് 4-ാം അധ്യായം ഈ വിധക്കാരൻ്റെ ഉപമയാണ്. 4-ാം അധ്യായം 10 മുതലുള്ള വചനം ഒന്ന് ഉച്ചത്തിൽ വായിച്ച സിസ്റ്ററിന് നല്ല ഒച്ചയാണ്. സിസ്റ്റർ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. കമോൺ, കറക്റ്റ്. അതാണ്, അവൻ തനിച്ചായപ്പോൾ ഈ കോർ ഗ്രൂപ്പ് സ്പെഷ്യൽ ടീച്ചേഴ്സ് എല്ലാവരും കൂടി അടുത്ത് കൂടിയിരിക്കുകയാണ്. 12 പേരും കുറച്ച് പേരും കൂടി. എന്തുകൊണ്ടാണ് അങ്ങ് ഈ ഉപമകളിലൂടെ മാത്രം സംസാരിക്കണേ? മനസ്സിലായോ? ഇപ്പോൾ വലിയൊരു രഹസ്യം വെളിപ്പെടാണ്. ഒന്ന് കൈവീശി കാണിച്ച് അടുത്തിരിക്കുന്ന ആളുടെ തലയിലൊന്ന് തട്ടി പറയാണ്, വായിച്ചോളൂ. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്, പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. ശ്രദ്ധിക്കണേ, എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി ഏറ്റു പറഞ്ഞത് വായിച്ചോളൂ. അല്ല, അടുത്തത്, അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ്
മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും വേണ്ടിയാണ്. അതെന്താ അങ്ങനെ എഴുതിയേക്കളെ? പ്രിന്റിംഗ് മിസ്റ്റേക്ക് മാറി തോന്നണില്ലേ? അവിടെ എന്താ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉള്ളമായിരുന്നു. ഒന്നുകൂടി വായിച്ചത്. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് കിട്ടണം? അതിനാണ് ജ്ഞാനെന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായോ? വെളുപ്പിന് കാത്തിരിക്കുന്നു. ഇതൊക്കെ അങ്ങനെ തന്നെ എനിക്ക് കിട്ടിയതാണ്. ഞാനിത് ഇങ്ങനെ വെളുപ്പിനിങ്ങനെ കുറേ നേരം ജ്ഞാനത്തിന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം വെറുതെ. ഇപ്പോൾ കർത്താവ് അങ്ങോട്ടൊന്നും പറയരുത്, ഇങ്ങോട്ട് പലതും ഇങ്ങനെ പറയും. അപ്പോൾ ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഇതിൻ്റെ ആഴമായ അർത്ഥം അകത്തിങ്ങനെ വരും. അപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ശ്രദ്ധിക്കണം, ഒന്ന് കൈവീശി കാണിച്ച് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ ഇന്നലെ മുതൽ ജ്ഞാനത്തിന് പ്രാർത്ഥിക്കുന്നു, ഇന്ന് വെളുപ്പിന് ജ്ഞാനത്തിന് പ്രാർത്ഥിച്ചത് കൊണ്ട് ഇപ്പോൾ ഇത് വരുന്നത്. ഞാനൊരു ചോദ്യ രൂപത്തിൽ ആദ്യം അവതരിപ്പിക്കാം. അങ്ങനെ അവർ മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനാണെന്നാണ് പറയുന്നത്, ഉപമകളിലൂടെ പറയുന്നത്. എന്തിനാണ് യേശുക്രിസ്തു വന്നത്? എല്ലാവരെയും മോചനം കൊടുക്കാൻ വേണ്ടിയല്ലേ? പക്ഷെ എങ്ങനെയാണ് എല്ലാവർക്കും യേശു മോചനം കൊടുക്കുന്നത്? കുരിശിൽ മരിക്കുന്നതിലൂടെയാണ്. വെരി ഗുഡ്. യേശുവിൻ്റെ പരസ്യ പ്രഘോഷണ കാലഘട്ടത്ത് ആണോ എല്ലാവർക്കും മോചനം കൊടുക്കണേ? അല്ല. യേശു കുരിശിൽ എങ്ങനെയാ മോചനം കൊടുക്കണേ? എല്ലാവരുടെയും പാപം. കുരിശ് മാത്രമല്ല, പീഡാസഹനം, മരണം, ഉത്ഥാനം എന്ന് പറയണം. എങ്ങനെയാണ് മോചനം കൊടുക്കണേ? പീഡാസഹനവും മരണവും ഉത്ഥാനത്തിലൂടെയാണ്. അപ്പൊ പീഡാസഹനത്തിൽ യേശു എന്തു ചെയ്തു? എല്ലാവരുടെയും പാപങ്ങൾ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. അതാണ് കൽപ്പന പാലിക്കുന്നതിലൂടെ അല്ല. മനുഷ്യന്റെ പാപം യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് പീഡ സഹിച്ച് ആ പാപത്തെ തൻ്റെ ശരീരത്തിൽ ക്രഷ്ഡ്, ആ പാപത്തെ തൻ്റെ ശരീരത്തിൽ നിഗണിച്ച് യേശു മരിക്കണം. മരിച്ച് യേശു അടക്കപ്പെടണം, യേശു ഉയർപ്പിക്കപ്പെടണം. ഇത്രയും സംഭവത്തിലൂടെ മാത്രമേ, അതാണ് ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് വേറൊരു നാമവും കൊടുത്തിട്ടില്ല. ഇതെല്ലാ മനുഷ്യരുടെയും പാപം ഇതിൽ അടക്കപ്പെടുന്നു. അപ്പോൾ അതിനു മുമ്പ് ആളുകളെല്ലാം ഇതാണ് മിശിഹ എന്ന് അറിഞ്ഞ് യേശുവിൻ്റെ അടുത്ത് വരികയാണെങ്കിലോ യേശുവിനെ ഇത് നടത്താൻ പറ്റുമോ? നടത്താൻ പറ്റില്ലെന്ന് മാത്രമല്ല, അവരെല്ലാവരും കൂടി ഈ ഒരു പദ്ധതിയെ ഹാനികരമാകാം. അതാണ് വേറൊരു സ്ഥലത്ത് അപ്പോസ്തലന്മാരുടെ അടുത്ത്, നിങ്ങൾ എന്താ പറയണേ, ഞാൻ ആരാണെന്ന് ആൾക്കാരെല്ലാം പറയണേ. അവർ പറഞ്ഞു, അങ്ങ് പ്രവാചകനാണ്, ജെറമ്യായാണ്, യോഹന്നാൻ മോഹൻദാൻ ഉയർത്തെഴുന്നേറ്റ് വന്നതാണ്. ഇങ്ങനെ ഓക്കെ ഓക്കെ, ആരും പറയുന്നില്ല ഞാനാണ് മെസ്സിഹ എന്ന്. മനസ്സിലായോ? ഓക്കെ, നിങ്ങളെന്താ പറയണേ? ഞങ്ങളോ? പെട്ടെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പത്രോസ് മാത്രം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മെസ്സിഹയാവുന്നു. പത്രോസേ, ഇത് നീയല്ല പറയണേ, നിന്റെ ജഡരക്തങ്ങളല്ല, ഇത് നിന്റെ മാനുഷികമായ ബുദ്ധിയിൽ നിന്നല്ല നീ പറയുന്നു. ഇതിപ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് ജ്ഞാനം തന്നതുകൊണ്ടാണ്, നിനക്ക് വെളിവ് തന്നതുകൊണ്ടാണ്, വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്. നീ അനുഗ്രഹീതനാണ്. യോനായുടെ പുത്രനായ ശമയോനെ, നീ പാറയാകുന്നു,
ഈ പാറയിൽ എൻ്റെ പള്ളി ഞാൻ പണിയും. നിന്നെയാണ് ആദ്യത്തെ മാർപ്പാപ്പയാകാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. പക്ഷെ ഇതിപ്പോൾ നിങ്ങൾ ആരോടും പറയരുത്. എനിക്ക് ജെറൂസലേമിൽ പോകണം, പീഡകൾ സഹിക്കണം, അവരെന്നെ പീഡിപ്പിക്കും, അവരെൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പും, അവരെന്നെ അടിക്കും, അവരെന്നെ കുരിശിൽ തറയ്ക്കും, അവരെന്നെ കൊല്ലും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേക്കും. ഇത് കേട്ടപ്പോൾ സ്നേഹിക്കുന്ന പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങനെയാണെങ്കിൽ അങ്ങ് പോകണ്ട ജെറൂസലേമിലേക്ക്. സ്നേഹം കൊണ്ടാണ് ഇല്ലേ? സാത്താനേ ദൂരെ പോകുന്നുണ്ടോ? 2 മിനിറ്റ് മുമ്പ് പറഞ്ഞതാണ്, നീ അനുഗ്രഹീതൻ, നീ പാറയാണ്, താക്കോൽ നിന്റെ കൈ തരും. സാത്താനെ, നീ എൻ്റെ മുൻപിൽ നിന്ന് പിന്നിലേക്ക് പോവുക. നീ എനിക്ക് ഒരു ഒബ്സ്ട്രക്ഷനാണ്. യു ആർ എൻ ഒബ്സ്ട്രക്ഷൻ. എന്തിന് ഒബ്സ്ട്രക്ഷൻ? എൻ്റെ ഈ മെസിയാനിക്, ഈ ലോകത്തിൻ്റെ മുഴുവനും പാപം ഏറ്റെടുക്കുന്നതിന് ഞാൻ സഹിക്കേണ്ടയോ? അത് വേണ്ടെന്നോ? അതിനെ നീ തടസ്സം നിർത്തരുത്. കണ്ട, ഒരാള് യേശുവാണ് മിശിഹായാണെന്ന് അറിഞ്ഞപ്പോൾ ആ ആള് തന്നെ യേശുവിൻ്റെ മെസിയാനിക് പ്രോസസ്സിന് തടസ്സം നിൽക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് പരസ്യ ശുശ്രൂഷയിൽ എല്ലാം ഉപമകളിലൂടെ പറയുന്നത്. ഇവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും. അപ്പം അതിന് വേണമെങ്കിൽ അവിടെ ഞാനൊരു ചെറിയ വാക്ക് അവിടെ ചേർക്കാം, അപ്പോൾ എളുപ്പം മനസ്സിലാവും. ഇപ്പോൾ അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും, ഇപ്പോൾ അവർ കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, ഇപ്പോൾ അവർ മനസ്സ് തിരിഞ്ഞ്. പക്ഷേ യേശു പീഡ സഹിച്ച് മരിച്ചു കഴിയുമ്പോൾ യേശു തന്നെ പറയും, ഇനി നിങ്ങൾ പോയി എല്ലാവരോടും പ്രഘോഷിക്കുക. കണ്ടോ? ഈ അർത്ഥത്തിലാണ് ഒരു ഉപമ വേറെ. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടു, 3 വർഷം നോക്കിയിരുന്ന് ഒരു ഫലവും പുറപ്പെടുവിച്ചില്ല. അത് വെട്ടട്ടെ, വേണ്ട, ഇപ്പൊ വെട്ടണ്ട എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഈ പരസ്യ ജീവിതത്തിലുള്ള പ്രഘോഷണ കാലഘട്ടത്തിലല്ല ഫലം പുറപ്പെടുവിക്കുന്നത്. ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ വളരുന്ന ഒരു ഫരിസേയനാണ് ഈ അത്തിവൃക്ഷം. ഈ 3 വർഷ കാലഘട്ടത്തിൽ അവരാരും ഫലം പുറപ്പെടുവിക്കില്ല. പക്ഷേ യേശു മരിച്ചു ഉയർത്തു കഴിയുമ്പോൾ മാത്രമേ ആ 4-ാം വർഷത്തിലാണ് ഫലം പുറപ്പെടുവിക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ എന്തിനാ പറഞ്ഞ നമ്മളിപ്പോ? അതിനു മുമ്പ് അത് മാത്രമല്ല, യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ യേശു സുവിശേഷത്തെ, വരാനിരിക്കുന്ന ഈ രക്ഷയുടെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള വചനം ഉപമകളിലൂടെ ഒരു സീഡ്, വിത്തായിട്ട് പാകി. വിത്തിൻ്റെ അർത്ഥം എന്താണ്? അത് ഇപ്പം മുളയ്ക്കില്ല, അത് പിന്നെ മുളയ്ക്കും. മുളച്ച് സാവധാനം അത് വളർന്നോളും. ഞാൻ പറയുന്നത് നമ്മുടെ ദൗത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളിവിടെ നേരിട്ട് ഒരു ഡയറക്റ്റ് എവാഞ്ചലൈസേഷൻ ചെയ്യാൻ ഒരുപക്ഷെ സാധിക്കില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈ ക്രിസ്തു രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെയും നമ്മൾക്ക് അവരോടുള്ള സ്നേഹത്തിലൂടെയും ഒരു വിത്ത് പോലെ ഈ കുട്ടികളുടെ, ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഹൃദയത്തിൽ യേശുവിൻ്റെ ഈ കരുണ കുതിച്ചു ചാടും. വിത്ത് വിത്ത് ആയിട്ട്. എന്നിട്ട് നമ്മൾ പോയി, അവരും പഠിച്ചു പോയി. പക്ഷേ ഈ വിത്ത് അവിടെ സാവധാനം മുളച്ച് വളർന്ന് അവരെ ദൈവരാജ്യത്തിൻ്റെ വാല്യൂസ് തരുന്ന, വാല്യൂസ് ഉണ്ടാവും അവരിൽ. കെമിസ്ട്രിയുടെ വാല്യൂ നമുക്ക് വേണോ ജീവിക്കാൻ? വേണോ? പക്ഷേ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വാല്യൂസ് നമുക്ക് വേണം. യെസ്, താങ്ക് യു, വെരി ഗുഡ് പോയിന്റ്.
ഇടയ്ക്ക് ഇങ്ങനെ മറന്നുപോയത് ഓർപ്പിച്ചാലാണ്. ഇപ്പം 4 കാര്യം പറഞ്ഞു. ഒന്നാമത്തേത് വചനത്തിലൂടെ, രണ്ടാമത്തേത് ജ്ഞാനത്തെ സ്നേഹിക്കുന്നതിലൂടെ, മൂന്നാമത്തേത് ജ്ഞാനത്തോടുള്ള അഭിനിവേശം, അല്ലേ? അഭിനിവേശമാണോ അതോ അഭിലാഷത്തിലൂടെ, നാലാമത്തേത് ഒരു പർട്ടിക്കുലർ ടൈമിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതതിൻ്റെ കോർ എന്ന് പറയാം ഈ 6 or 7 കാര്യത്തിന്. ഇനി അതിൻ്റെ അടുത്തത് എന്താ പറയണത്? 15ാമത്തെ വചനം വായിക്കൂ. 6:15. അവളിൽ ചിന്ത ഉറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. അപ്പം നമ്മുടെ ചിന്ത, ഇപ്പം നമുക്ക്, ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞു, നമ്മൾ സാധാരണഗതിയിലുള്ള ചിന്തകളിൽ നിന്നൊക്കെ മാറണം. നമ്മളുടെ ചിന്തകൾ മുഴുവനും ഭൗതികമായ കാര്യങ്ങളാണ്. പക്ഷേ ആ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് വെറുതെ ചിന്തിക്കുന്നതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തുന്നതെന്ന് മാത്രമല്ല, വളരെ വിലമതിച്ച നമ്മുടെ ചിന്തകളെ നമ്മൾ ദുരുപയോഗിക്കല്ല, വ്യർത്ഥമായിട്ട് ഉപയോഗിക്കുന്നു. ആ സമയത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നുള്ളതിൻ്റെ ആശയം, അവരെല്ലാവരും അവരുടെ ചിന്ത ഈ ഉന്നതത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ ദൈവിക ജ്ഞാനത്തിലൂടെ ചിന്തിക്കുന്ന ഒരു ഹാബിറ്റിലേക്ക് വരണം. ഇപ്പം ചില ആൾക്കാർ നമ്മളോട്, സാറ് കേട്ടോ, ഞാൻ പറഞ്ഞു, സോറി എനിക്കിപ്പോൾ അത് കേൾക്കാൻ സമയമില്ല, ഞാനിവിടെ ധ്യാനിപ്പിക്കാൻ പോകുകയാണ്, ഞാനത് കേട്ടുകൊണ്ടിരിക്കണോ, ഇവിടെ ധ്യാനത്തിൻ്റെ കാര്യം ചിന്തിക്കണോ, പറയും അല്ലേ? സോ ഐ വിൽ ടെൽ ഹിം വളരെ സ്നേഹിത, എൻ്റെ ലൈൻ ഓഫ് തോട്ട് വേറെയാണ്. ഇപ്പോൾ ഇത് സംസാരിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് നമുക്കത് പിന്നെ ഡീൽ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ബുദ്ധിപൂർവ്വം അതിനെ എലിമിനേറ്റ് ചെയ്യുന്നതാണ്. യെസ് ഓർ നോ? രാവിലെ തന്നെ ന്യൂസ് പേപ്പർ വന്നു, എടുത്ത് വായിച്ചാൽ ശരിയായി ഇല്ലേ ചിന്തകൾ മുഴുവനും. എന്താ അതിനകത്ത് കിട്ടുന്നത്? അവിടെ ഒരു കൊലപാതകം, ഇവിടെ ഒരു മരണം, അവിടെ അയാൾ അങ്ങനെ പറഞ്ഞു, ഇവിടെ കൈക്കൂലി മേടിച്ചു. ഈ ചിന്തകളൊക്കെ നമ്മുടെ അകത്ത് കേട്ടണോ? പറയും, സോറി, ഞാൻ അങ്ങനെ വായിക്കാറില്ല. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചിന്തകളെ ജ്വലിപ്പിക്കുന്ന, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കുന്ന ഒരു പരിപാടി നമ്മൾ ഉണ്ടാക്കണം. അതല്ലാത്തതിനെ എലിമിനേറ്റ് ചെയ്യുക. യു ഹാവ് എ ചോയ്സ്. നമ്മൾ സെലക്ട് ചെയ്യണത്. ഇപ്പം തലയിൽ ഒരു പക്ഷി വന്നിരുന്നു, എന്തുണ്ടാവും? പറയണ്ട അല്ലേ? അതുകൊണ്ട് അതിനെ ഓടിച്ചു കളയും, അല്ലെങ്കിൽ അതവിടെ കാട്ടിക്കും. എന്ന പോലെ ഒരു അശുദ്ധ ചിന്ത, ഒരു നല്ലതല്ലാത്ത ചിന്തയെ എൻ്റർടൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ദുർബലമാകുന്നു. അതാണ് അവളിൽ ചിന്ത ഉറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ ലക്ഷണം. അപ്പോൾ നമ്മുടെ ചിന്തയെ തന്നെ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, നമ്മൾ ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഇന്ന കാര്യം അതിപ്പോൾ ചിന്തിക്കേണ്ട. നോ, ഐ ഡോണ്ട് ഹാവ് ടു തിങ്ക്, ഐ ഹാവ് ടു തിങ്ക് ഗുഡ് തിങ്സ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കണം. ഇത് വളരെ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ അകത്ത് കയറ്റുന്നതാണ് എന്താ പറയുക, ഐഡിയൽ മൈൻഡ് ഈസ് ഡെബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? യെസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത ചിന്ത. ഇനി അടുത്തത് എന്താണ്? 6:15 അടുത്തത്, അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവർ ദുഃഖവിമുക്തരാകും. അപ്പൊ നമ്മൾ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നുണ്ട്. ഈ ഡിസിഷൻ മേക്കിംഗ് എല്ലാം നമ്മുടെ മാനുഷികമായ ബോധ്യത്തിലൂടെയോ സ്പെക്കുലേറ്റീവായിട്ടുള്ള ലോകത്തിൻ്റെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബോധ്യത്തിലൂടെ എടുക്കുകയാണെങ്കിൽ അതാണ് നമ്മളുടെ ദുഃഖങ്ങളുടെ കാരണം. ഈ ജ്ഞാനം, ദൈവിക ജ്ഞാനം നമ്മളിൽ ഉണ്ടാകുകയും ആ ജ്ഞാനത്തിലൂടെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ദുഃഖവിമുക്തരാകും. ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ പറയാവുന്ന ഉദാഹരണം ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞോന്ന് അറിഞ്ഞൂടാ. ഈ പ്രദേശത്തുള്ള ഒരു ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. റിട്ടയർ ചെയ്ത് കിട്ടിയ പൈസ മുഴുവനും ഒരു ബ്ലേഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ ബ്ലേഡ് കമ്പനി പൊട്ടി 40 ലക്ഷം രൂപ നഷ്ടമായി. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഇതൊരു ജ്ഞാനത്തിൻ്റെ തീരുമാനമായിരുന്നോ? അപ്പോൾ ഇനി അവർക്ക് ഈ പൈസ കിട്ടാത്തത് കൊണ്ടുള്ള പ്രയാസത്തിൽ അവരുടെ ജീവിതം ഒരു ജീവിതകാലം മുഴുവനിലെ സമ്പാദ്യമാണ് ചെയ്തതെന്ന് ഓർക്കണം. വാട്ട് ഈസ് ദ റീസൺ?
ജ്ഞാനമില്ലായ്മ കൊണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ട്. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപും, അപ്പോൾ നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആശയമേ നമ്മുടെ ഉള്ളിൽ ഉരുവാകില്ല. ഒരാളതും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ, സാറേ ദയവ് തന്നെ ശല്യപ്പെടുത്തല്ലേ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് ഉടനെ അതിനെ കേൾക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 6 കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇത് നമ്മളുടെ പ്രാക്ടിക്കൽ കുടുംബ ജീവിതത്തിന് നല്ല സ്വർഗത്തിലെത്തിക്കാൻ പറ്റിയ പോയിന്റ്സാണ്. ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ നാളെ മുതലൊന്ന് പരിശ്രമിക്കുക. വെളുപ്പിന് എഴുന്നേറ്റ് കുറച്ച് സമയം 6:14 വർക്കൗട്ട് ചെയ്യണം. നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമാകും. നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവരിലേക്ക് ജ്ഞാനം പകരുന്നതാകും. അഡീഷണലി ഈ നമ്മളിലേക്ക് ഒഴുകുന്ന ഈ ജ്ഞാനം, ഏശയ്യ 59:21, ഇതോടെ നമുക്ക് നിർത്താം. ഏശയ്യ 59:21, ഏശയ്യ 59 എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം 53 കഴിഞ്ഞിട്ടാണത്. അതായത് ഈ യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഏശയ്യായുടെ ആ പ്രകീർത്തനങ്ങളുടെ അവസാന ഭാഗത്ത് യേശു വന്നു കഴിഞ്ഞിരിക്കുന്നു. പുതിയ നിയമം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അവിടെ പറയുകയാണ്, ഇത് നിങ്ങളോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. എന്താണ് ആ ഉടമ്പടി? എൻ്റെ വചനവും ഞാൻ നിങ്ങളിൽ നിക്ഷേപിച്ച ആത്മാവും, ഒന്ന് കരമുയർത്തി എല്ലാവരും, നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നോ അവരുടെ സന്താനങ്ങളിൽ നിന്നോ ഒരിക്കലും അകന്നു പോകയില്ല. അതായത് ഈ ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകിയാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു രക്തബന്ധത്തിലൂടെ നമ്മുടെ മക്കളിൽ, സ്നേഹമുള്ളവരെ, ഞാനൊരു അപ്പനും അപ്പൂപ്പനുമാണ്. എൻ്റെ ഇതേ പ്രവർത്തനത്തിലൂടെയാണ് ഇത് കണിശമാണിത്. ഇത് വളരെ പ്രാക്ടിക്കലാണ്. നമ്മുടെ ഇൻസ്ട്രക്റ്റീവായിട്ട് നമ്മൾ പലതും പറയണം നമ്മളെ മക്കളോട്. പക്ഷെ നമുക്ക് കാണാം അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളവരെ കുറ്റം പറയല്ല, ദേ ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. കാരണം അവരുടെ മനസ്സ് ഈ ലോക